എന്താണ് ഈ വിളിച്ചിട്ട് ഫോൺ എടുക്കാത്തത്? ഇതാണ് എടാ, നീ ഇവിടെ പറഞ്ഞിട്ടല്ലേ ഇന്നലെ ഞാൻ വണ്ടി എടുത്തത്. 150 പെട്രോൾ കാശാറുണ്ട്. 75 രൂപ എനിക്ക് കിട്ടാനാ. 70 രൂപ? ഇപ്പൊ 5 രൂപ എനിക്ക് നഷ്ടമായില്ലേ? ഇതാണ് ഈ കൂട്ടുകാരന്മാർക്ക് ഒരു സഹായിയത് വാഴക്ക. ശരി ശരി ശരി. വേഗം ഇട് സാറേ. തോന്നി കണ്ടപ്പോഴേ 10 രൂപ ഇഷ്ടപ്പെട്ട് നിൽക്കാൻ പാടില്ല. പണ്ടാണെങ്കിൽ 10 രൂപ ശല്യമാണ് ഇവിടെ. സ്വന്തം അമ്മയുടെ കാര്യമായിരുന്നു. അല്ലെങ്കിൽ ഞാൻ തന്നെ കൈ നിൽപ്പത് ഇല്ലെങ്കിലോണ്ട കുഴപ്പമില്ല. നമ്മുടെ കാര്യം എന്താണ്? നമുക്ക് വയസ്സായി, ഭക്ഷണമെല്ലാം കൊടുക്കണ്ടേ? തനിക്ക് ഇത്ര മനസ്സിലായി സാർ, പറയണ്ട. എല്ലാവരും പറയണത് എൻ്റെ തണ്ടും തടിയുടെ കാര്യമല്ലേ? ഈ വയർ തിന്നിട്ടുണ്ടായിരിക്കണല്ല, എൻ്റെ കിഡ്നി കംപ്ലൈൻ്റ് ആണ്. 2 ദിവസം കൂടുമ്പോൾ വെള്ളം കുത്തി കാണണം. വെള്ളം നിറഞ്ഞേക്കണേ. മരിക്കണവരെങ്കിലും നമ്മെ നോക്കണ്ടേ? പണിയെടുക്കാൻ പാടില്ലായിരുന്നെങ്കിൽ ഞാൻ എന്തെങ്കിലും ചെയ്തേനെ. വോട്ടർ ഇവിടെ ഇതുപോലെ കുറെ ആൾക്കാരുണ്ട്. അതാണ് കേട്ടാ. എന്നാ ശരിയാവും. വേണ്ട വിളിച്ചോ കേട്ടാ. കരഞ്ഞ എന്നൊരു സംഭവം ഉണ്ടായടാ. ഞാനാ ബസ് സ്റ്റോപ്പിൽ എത്തുമ്പേ ഒരൊപ്പര മനുഷ്യൻ പുള്ളി എന്നോട് 10 രൂപയ്ക്ക്. ഞാൻ വിചാരിച്ചു മറ്റേ 10 രൂപ കേസ് ഉണ്ടല്ലോ അതാന്ന് കരുതി. പക്ഷേ പുള്ളി കഥ കേട്ടപ്പോൾ തകർന്നു കൊണ്ടാണ്. 2 കിഡ്നിയും ഫെയിലാണ്. ഇപ്പൊ ഒരു വയസ്സായ അമ്മ മാത്രമുള്ളൂ. ഞാൻ പിന്നെ 1000 രൂപ കൊടുത്തു. നീയൊക്കെ 1000 രൂപ കൊടുക്കണമെന്നുണ്ടെങ്കിൽ അയാൾ അത്രയും ഗതികെട്ടവനായിരിക്കും. ഞാൻ പറഞ്ഞ പുള്ളിയുടെ പിടിച്ചടാ. ഇന്നാള് പെട്ടികളെ വെള്ളം കുടിച്ചിട്ട് വെള്ളം 2 ദിവസം നിറഞ്ഞിരിക്കുന്നു വെള്ളം. ഈ കിഡ്നി രോഗിക്ക് എത്ര കൊടുത്തത്? എടാ, ഇയാളുടെ ഈ മുണ്ടും ആ ഫുൾ കൈ ഷർട്ടും ഈ സഞ്ചിയും കണ്ടായിരുന്നോടെ ഈ 10 രൂപ. ഞാൻ അതിൻ്റെ ഉണ്ടാക്കുന്ന എന്ത് ചെയ്യുന്നത്? കൊടുക്കണ കുഴിയാ.